ചൂടാക്കുന്നില്ല. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 കപ്പ് നല്ല കട്ട തൈരാണ് അതിലേക്ക് ഒഴിച്ചത്. നല്ല കട്ട തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം സ്റ്റവ് ഓഫ് ചെയ്യാതെ തിളയ്ക്കണ കറികളിലേക്ക് തൈര് ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ തൈര് ഒഴിച്ചാലേ തൈര് അങ്ങനെ പിരിഞ്ഞു പോകും. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് ഞാൻ. എന്നിട്ട് അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഉലുവയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് വറവിടണം. നല്ല വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് കൊട്ടുക. നല്ല എന്താ പറയണ്ട വറവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉഗ്രനൊരു പുളിശ്ശേരിയായിട്ട് വന്നിട്ടുണ്ട്. മധുരവും ഉപ്പും